പച്ചത്തെറി വിളിക്കും. അതുപോലെ തന്നെയാണ് പണിഷ്മെൻ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റാത്തത്ര പണിഷ്മെൻ്റാണ്. ബിസ്ക്കറ്റ് വെള്ളത്തിൽ മുക്കി തറയിലിട്ടിട്ട് നക്കി കഴിക്കാൻ പറയും. കോയിൻ നിലത്തിട്ടിട്ട് ഇവിടെ നിന്ന് അവിടം വരെ പട്ടിനെ പോലെ നക്കിക്കൊണ്ട് ആറ്റം വരെ വേണം. അതേപോലെ തന്നെ അവിടെ നിന്ന് നക്കിക്കൊണ്ട് ഈ അറ്റം വരെ വേണം. ഈ ചീന പഴമില്ലേ, അത് 2 ദിവസം മുമ്പ് അവിടെ തിന്നിട്ട് വേസ്റ്റിൽ പോയേക്കണ പഴം വാങ്ങിക്കും. അതൊക്കെ സൂക്ഷിച്ച് വെച്ചേക്കും. ആ ചീന പഴം എടുത്തെണ്ണം വന്നിട്ട് അതിൻ്റെ മേളിൽ തുപ്പിയിട്ടിട്ട് നക്കാൻ വേണ്ടി പറയും. അതുപോലെ തന്നെ ടാർഗറ്റ് ആവാത്ത കുട്ടികളെ രാത്രി സെപ്പറേറ്റ് മാറ്റി നിർത്തിയിട്ട് അടിയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വടി കൊണ്ട് മാത്രമല്ല അടിക്കുന്നത്, വടി കൊണ്ട് അടിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി ബെൽറ്റ് കൊണ്ട് മൊബൈലിൻ്റെ ചാർജർ എടുത്തിട്ട് തോർത്ത് വെള്ളത്തിൽ മുക്കി ചുരുട്ടിയൊക്കെ അടിക്കും. ഈ 2500 താഴെ അല്ലെങ്കിൽ 2000 താഴെ പിടിച്ച ആൾക്കാരെ കൊണ്ട് എന്ത് ചെയ്യിപ്പിക്കണം, ആണുങ്ങളുടെ പാൻറ്റോ അല്ലെങ്കിൽ അനിക്കറോ എന്താ വെച്ചാൽ അഴിക്കുക, ഇന്നറിലായിക്ക് നിൽക്കണത്, പരസ്പരം അങ്ങാട്ടും പിടിച്ചോണ്ടിരിക്കും. ആ മാനേജറിനെ കൊണ്ട് ഞങ്ങളെ മൊത്തം നല്ല ചീത്ത പറയിപ്പിക്കുക. ഇതൊക്കെ കണ്ട് ഞാൻ അവിടെ നിന്നിട്ടുണ്ട്. പക്ഷെ നമുക്ക് പുറത്ത് പറയാൻ പറ്റില്ല, കാരണം എറണാകുളത്തുള്ള ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തിയുടെ പേരാണ് ഹുബസ്. ഇവനാണ് ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്ന് പറഞ്ഞ ഒരു ക്രൂരമായിട്ട് എംപ്ലോയീസിൻ്റെ അടുത്ത് പെരുമാറുന്ന ആ ഒരു കമ്പനിയുടെ ഉടമസ്ഥൻ. ഇവൻ ഇതിനു മുമ്പ് കുറേയധികം കേസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ട്. അതിന് മെയിനായിട്ട് ഒരു പെൺകുട്ടി ഇവനെതിരെ കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ ദിവസമാണ് ഭയങ്കരമായിട്ട് കേരളത്തിനെ തന്നെ നടുക്കിയ ഒരു ന്യൂസ് വെളിയിൽ വന്നത്. ആ കമ്പനിയിൽ, അതായത് ഇവൻ്റെ കമ്പനി ഹിന്ദുസ്ഥാൻ പവർ ലിങ്ക് എന്ന് പറഞ്ഞ ആ ഒരു കമ്പനിയിൽ അവിടുത്തെ വർക്ക് ചെയ്യുന്ന ആൾക്കാരോട്, ആണായാലും പെണ്ണായാലും, അവരുടെ അടുത്ത് പെരുമാറുന്ന രീതി, അതായത് ഒരു ടാർഗറ്റ് കൊടുക്കുക, അത് കംപ്ലീറ്റ് ചെയ്തില്ലെങ്കിൽ പാൻറ് അഴിപ്പിക്കുക, അവരുടെ സ്വകാര്യ ഭാഗത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പിടിച്ചുകൊണ്ടിരിക്കുക, അങ്ങനത്തെ ഉള്ള കാര്യം. അതുപോലെ തന്നെ കഴുത്തിന് ബെൽറ്റ് ഇടുക, പട്ടിയെ പോലെ നടത്തിപ്പിക്കുക, അതുപോലെ തന്നെ ഇങ്ങനത്തെ എന്താ പറയുക ബിസ്ക്കറ്റൊക്കെ വെള്ളത്തിൽ ഇട്ട് വേണം നക്കിയെടുക്കുക. ഇങ്ങനത്തെ ഓരോ ക്രൂരമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഇവൻ്റെ കമ്പനിയിൽ ഇവൻ്റെ കീഴിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുമാണ്. അതിപ്പം കഴിഞ്ഞ ദിവസമാണ് അതിൻ്റെ വീഡിയോസും കാര്യങ്ങളും ഒക്കെ ലീക്കായിട്ടുള്ളത്. ആ സമയത്ത് കുറേയധികം മീഡിയാസും കാര്യങ്ങളും ആ ഒരു കമ്പനിയിൽ ചെന്നിട്ട് ഇതിനെപ്പറ്റി ചോദിക്കുന്ന സമയത്ത് ആൾക്കാർ ആദ്യമേ ഒന്നും എനിക്കൊന്ന് പേടിച്ചിട്ടാന്ന് തോന്നുന്നു, പറയാൻ ഇല്ല, അങ്ങനെയൊന്നുമില്ല, കുഴപ്പമില്ല, അതൊക്കെ ആൾക്കാർ എന്താ പറയുക കൃത്രിമമായിട്ട് ഉണ്ടാക്കിയതാണ്, അങ്ങനെയൊന്നുമില്ല എന്നൊക്കെ പറയുന്നു. പക്ഷേ ഇത് പ്രോപ്പറായിട്ട് പോലീസും കാര്യങ്ങളും മീഡിയാസ് ഇത് ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു കാര്യത്തിൽ മീഡിയാസ് ഭയങ്കരമായിട്ട് ഇത് കവർ ചെയ്യുക എല്ലാം ചെയ്തിട്ടുണ്ട്. ആ ഒരു കാര്യം കൊണ്ട് പാർട്ടിക്കാർ വന്നിട്ട് എന്ത് ചെയ്യുന്ന ആ ഒരു കമ്പനിയും കാര്യങ്ങളും പൂട്ടിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ആ ഒരു വീഡിയോസും കാര്യങ്ങളും യൂട്യൂബിലൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതേ കണക്ക് ആ ഒരു കമ്പനിയിൽ മാത്രമല്ല കുറേയധികം കമ്പനികളിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും ഇത്രമാത്രം ക്രൂരതകൾ ചെയ്യുന്ന, അതും തൊഴിലാളികളോട് ക്രൂരമായിട്ട് പെരുമാറുന്ന ആൾക്കാർ. അവർക്കെന്തോ അവർ വലിയ ആളാണെന്നൊക്കെ തോന്നും. അങ്ങനെയുള്ള രീതിയിലാണ് ബാക്കിയുള്ള അവരുടെ താഴെയുള്ള എംപ്ലോയീസിനോട് പെരുമാറുന്നത്. ഇതൊന്നും വെളിയിൽ അവർക്ക് മറ്റുള്ള ഈ ഉപദ്രവം ഏൽക്കുന്നവർക്ക് പറയാമില്ല, കാരണം അവർ പൈസയ്ക്ക് വേണ്ടിയായിരിക്കും ജോലി ചെയ്യുന്നത്. അത് വിട്ട് കഴിഞ്ഞാൽ വേറെ പൈസയ്ക്കുള്ള വരുമാനമോ കാര്യങ്ങളോ ഒന്നും കാണത്തില്ല. അങ്ങനെ ഇരിക്കുന്ന അത് ഉപയോഗിക്കുന്നവരാണ് ഇവരൊക്കെ. അപ്പോഴത്തേന് ഇവർ പറയുന്നതല്ല അവരും ചെയ്യും. അപ്പോഴത്തേന് ഇവർക്ക് ഭയങ്കര എൻജോയ്മെൻറ്റോ, ഇവൻ എന്ത് വേണമെങ്കിലും പറയുന്നത് ചെയ്യും എന്നുള്ളൊരു ചിന്താഗതി വരും. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെ നിങ്ങൾക്കറിയുന്ന ആരെങ്കിലും അല്ലെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്ന സ്ഥലത്ത് ഇതേണൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അവിടെ നിൽക്കാതിരിക്കുക എന്തെന്ന് പറഞ്ഞാലും. കാരണം നിങ്ങളെ അവർ ഭയങ്കരമായിട്ട് ഇനി പോകാതെ കൂടത്തേ ഉള്ളൂ, ഒരിക്കലും കുറയത്തില്ല. നിങ്ങളുടെ അടുത്ത് അങ്ങനെ പെരുമാറുകയാണെങ്കിൽ നിങ്ങൾ പ്രതികരിച്ചാൽ മാത്രമേ ഉള്ളൂ. ചിലപ്പം ഈ ഒരു വ്യക്തിയെടുത്ത് പ്രതികരിക്കാനൊന്നും അവിടെ ഉള്ളവർ തയ്യാറല്ല. കാരണം ഇവൻ പറഞ്ഞു വെച്ചിട്ടുള്ളത് ഇവിടുത്തെ ഉള്ള കൊച്ചിയിലൊക്കെ ഉള്ള ഭയങ്കര പോലീസുമായിട്ട് ഫുൾ ഇവൻ്റെ അണ്ടറിലാണ് എന്നൊക്കെയാണ്. അങ്ങനെ അണ്ടറിൽ ഒരു പോലീസ് വരും, 2 പോലീസ് വരും, എത്ര പോലീസ് വരും? കേരളത്തിൽ 1-2 പോലീസാണോ അതോ പോലീസ് മാത്രമാണ്? ഇന്നത്തെ കാലത്ത് മാധ്യമങ്ങളുണ്ട്, എന്തൊക്കെയുണ്ട്, നമുക്ക് പ്രതികരിക്കാൻ അത്രമാത്രം ഓപ്ഷൻസും കാര്യങ്ങളും ഉണ്ട്. പോലീസ് മാത്രമല്ല, നമുക്ക് നമ്മുടെ വിഷമങ്ങളും കാര്യങ്ങളും അല്ലെങ്കിൽ നമ്മുടെ പരാതിയും കാര്യങ്ങളും പറയാൻ പറ്റും. പോലീസ് നമ്മളെ അടിച്ചമർത്താൻ ശ്രമിച്ചാൽ നമുക്ക് മാധ്യമമുണ്ട്, എല്ലാ രീതിയിലും നമുക്ക് ഇതിനെതിരെ പ്രതികരിക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനത്തെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ അവർ അണ്ടറിലോ അങ്ങനത്തെ പ്രശ്നങ്ങൾ നേരിടുന്നവരോ ആരെങ്കിലും ഉണ്ടെങ്കിൽ അതൊക്കെ കളയുക. നിങ്ങൾ വിചാരിച്ച് പേടിച്ചിരിക്കാതെ അതിൽ പ്രതികരിക്കാൻ ശ്രമിക്കുക. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങളെപ്പോലെ നിങ്ങളിങ്ങനെ ചെയ്യാൻ നിന്ന് കൊടുത്തു കഴിഞ്ഞാൽ ബാക്കി നിങ്ങളെ പിറകെ വരുന്നവർക്ക് അതേ പ്രശ്നങ്ങൾ തന്നെ വരും. നിങ്ങൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ അവരും അത് പ്രതികരിക്കുന്നു, ഇതേ കണക്ക് ചെയ്യുന്നത് നിർത്തും. സോ അതിന് മാക്സിമം ശ്രമിക്കുക.